എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പോലും ഷഹബാസിനെ ഇല്ലാണ്ടാക്കിയവർ അവന്മാരുടെയൊക്കെ മനസ്സിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഞാനൊക്കെ എന്ത് വിചാരിച്ചോ അത് തന്നെ ഞങ്ങളിവിടെ ചെയ്തടാ നടപ്പാക്കടേ എന്നുള്ള അഹംഭാവത്തോടു കൂടി തന്നെയായിരിക്കും അവന്മാർ ഇറങ്ങി വരിക. ഓക്കെ, നമ്മുടെ കേരള സമൂഹത്തെ നാണിച്ച് മൂക്കിൽ വിരൽ വെക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് മുന്നേ ഇട്ട വീഡിയോക്കകത്താണെങ്കിൽ ഇവന്മാരുടെ ഫോട്ടോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വെക്കാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റയിൽ ഒരാൾ എനിക്ക് ഷെയർ ചെയ്തിട്ട് ഇവന്മാരുടെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു ഫോട്ടോയാണ്. ആദ്യം ഇവന്മാരുടെ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് വെക്കാവേ. ഇതിനകത്ത് 5 അവന്മാർ, 1 അജ്നാസ്, 2 ഹരിഗോവിന്ദ്, റെബിന്, സൂര്യ, യാദവ്, ഇവന്മാരാണ്. ഈ പറയുന്ന ബാലാവകാശം തൊലി എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഫോട്ടോ കാണിക്കാതിരിക്കേണ്ട ഒരാവശ്യമില്ല, നമ്മൾ കാണിക്കും. എന്തായാലും ഈ പറയുന്ന ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് അവന്മാർക്ക് കിട്ടാത്ത ശിക്ഷയൊന്നും നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും അവന്മാരുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. അതായത് ഷഹബാസ് ആൻഡ് അജ്നാസ് വെൻ ദേ വെയർ കിഡ്സ്. അതായത് ഈ പറയുന്ന ഷഹബാസിനെ ആണെങ്കിൽ ഇല്ലാണ്ടാക്കിയത് ഈ അജ്നാസ് എന്ന് പറയുന്ന പുന്നാരമോനാണ്. അവർ രണ്ടും കൂടെ കുട്ടിക്കാലത്തുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഇവർ ഒരുമിച്ച് വളർന്നു വരുന്ന പിള്ളേരാണ്. അതിലൊരുത്തനാണ് ഈ പറയുന്ന പോലെ കൂടുള്ള മറ്റൊരുത്തനാണെങ്കിൽ ഇല്ലാണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഇത്രയും കുട്ടിക്കാലത്തൊട്ട് ഒരുമിച്ച് വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കളിച്ച് തിരിച്ച് വന്നേക്കുന്ന ഈ പിള്ളേർ തന്നെ പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ ഒരു കൃത്യം അവന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവന്മാർ എന്തൊക്കെയായിരിക്കും ചെയ്യുക? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കുക. അവന്മാരുടെ അവന്മാർ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ. അത് തന്നെ അവന്മാരെ ചെയ്തിട്ടില്ല, ഇവിടുത്തെ സിസ്റ്റം ചെയ്തിട്ടില്ല. അവനെ വാനോളം അവന്മാരെ വളർത്ത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു. അതായത് അവിടുത്തെ ഈ ഷഹബാസിന്റെ ടീച്ചറിന്റെ, അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തരക്കടലാസുണ്ട്. 40ൽ 35 മാർക്ക്. ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് പിറ്റി വെച്ചിരുന്നത്. അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പോൾ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു. ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. മരണപ്പെട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നു. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ 1000-ൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരൻസ് മീറ്റിംഗ് വെച്ച്, ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുത്തു. SSLC പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിന്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട്. 49 നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി. MJ സ്കൂളിൽ 10M ആയിരുന്നു ഷഹബാസ്. 62-83-07 എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആബ്സെന്റ് മാർക്ക് ചെയ്യേണ്ടി വരും. ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും. അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ്, എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. ഇന്ന് ആ രജിസ്റ്റർ നമ്പറിൽ അവൻ്റെ പേര് ആബ്സെന്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവനെ അത്രത്തോളം പ്രതീക്ഷയിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളെ പോലെ തന്നെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ചിട്ട് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആ ഒരു ഉപ്പയും ഉമ്മയൊക്കെ അവനെ അത്രത്തോളം കരുതലോടുകൂടി കണ്ടേക്കുന്ന ഒരു ഉപ്പയും ഉമ്മയൊക്കെ അല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുക എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് അല്ലേ. ഒരു ജീവനാണ് ഇല്ലാണ്ടാക്കിയത്. അവൻ്റെ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ല. ലോകം എന്താണെന്ന് അവൻ പകുതിയുടെ പകുതി പോലും അവൻ കണ്ടിട്ടില്ല അല്ലേ. ജീവിതത്തിൻ്റെ പകുതിയിൽ പോലും അവൻ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവൻ ജീവൻ ഇല്ലാണ്ടായി. ഇന്ന് ആ ഒരു പരീക്ഷാ കോളത്തിൽ അല്ലെങ്കിൽ ഇവൻ്റെ പേര് ആ ഒരു രജിസ്റ്ററിലാണെങ്കിൽ ആബ്സെൻ്റ് എന്ന് പറഞ്ഞാണ് ഇടാൻ പോകുന്നത്, ജീവനോട് ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോഴും തൊട്ടപ്പുറത്ത് അവന്മാർക്കാണെങ്കിൽ പോലീസുകാരുടെ എല്ലാ അകമ്പടിയോടു കൂടിയാണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അവന്മാരെ കരുതലോടെ അവിടെ അവന്മാരെ കാണുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നു. കേരള സാർ 100% ലിറ്ററസി സാർ. ഓക്കെ, ഇനിയാണെങ്കിൽ ഷഹബാസിന്റെ അച്ഛൻ പറഞ്ഞ 2-3 കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പിള്ളേർ 9ാം ക്ലാസ് പഠിക്കുന്നു. അത് 8ാം ക്ലാസ്സിലുള്ള പിള്ളേരെ തല്ലിച്ചതച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അവരെ ആളുകൾ രക്ഷിതാക്കളോട് വന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ്. അന്നും ഇവരെ ഇതേ സ്റ്റേജിൽ തന്നെയാണ് മർദ്ദിച്ചത്. അന്ന് അതിനെ ന്യായീകരിച്ചിട്ടാണ് ഇവരെ രക്ഷിതാക്കൾ വന്നത്, ഈ കുട്ടികളെ നേരെ ആക്രോശിച്ച് വന്നത്. ഈ തല്ലി അങ്ങനെ അതെ. പക്ഷേ കിട്ടിയതാർക്കാണ് ഈ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക്. അവരിന്നും ഇവിടെ ഉണ്ട്. അന്ന് ഒരു ആക്ഷൻ എടുക്കാനോ ഓരോ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനോ ഒരു കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ സാധാരണക്കാരായ ആളുകളാണ്. മീഡിയ വന്നോ ഏതായാലും ന്യൂസ് ചാനലൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇവർ ആ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ ഒരു കേസൊന്നും ഇല്ലാതെ കോംപ്രമൈസ് ആക്കി പോകുന്നു. ഇന്ന് ആ കുട്ടികളാണ് ഇന്ന് ഇപ്പോൾ ഒരു കൊലപാതകമായി മാറി. ഞാൻ ആദ്യം ഒരു വീഡിയോ ടൈമിലും പറഞ്ഞിട്ടുള്ളതാണ് കാര്യം. ഇവന്മാർ മുമ്പും ഇതേ രീതിയിലുള്ള പ്രവണതകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവന്മാരാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ സാധനങ്ങളൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ച് വിടുകയായിരുന്നു ഇവരുടെ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്. ഓക്കെ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായി. അവന്മാരാണ് ഈ പറയുന്ന തന്തയില്ലാമത്തെ പിന്നെ കാണിച്ചിരിക്കുന്നത്. കാര്യം ഒരു തവണ അവന്മാർ ചെയ്തു. ഓക്കെ, ഇങ്ങനെ പ്രശ്നങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കേണ്ട അവന്മാർ. അതിന് തക്കതായിട്ടുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവന്മാരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. വീട്ടിലുള്ള കുറേ തന്തയും തള്ളയുണ്ട് ഇവൻ്റെയൊക്കെ, അതും ഗുണ്ട ടീംസൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ മത്തം കുത്തി കഴിഞ്ഞാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവരെ പോട്ടെ, അവന്മാരെങ്ങനെയോ ആയിക്കോട്ടെ, അവന്മാരെ ഒന്ന് മക്കളെ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയി, നിങ്ങളും അങ്ങനെ ആവരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ ഒരു തന്തയ്ക്ക് ഈ പറയുന്ന ഗുണ്ട ടീംസും കൊട്ടേഷൻ സംഘത്തിനും ഒക്കെ തോന്നണ്ടേ. ഓക്കെ, ഇനി ഈ പോലീസുകാരൻ അവിടുത്തെ അന്വേഷണ പോലീസ് ഉദ്ദേശം പറയുന്നൊരു കാര്യം കൂടെ വെക്കാം. ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ അതോ യാദൃശ്ചികമായി നടന്ന സംഘടനയുടെ ഒരു കൊലപാതകമാണോ? അതല്ല, ഈ പുറത്തുവന്ന വാർത്തകൾ തന്നെ അവരുടെ ആസൂത്രണവും അതേപോലെ ഗ്രൂപ്പിലെ അങ്ങോട്ടും വിളിയും അതൊക്കെ പുറത്തുവന്ന കാര്യങ്ങളാണ്. അത് ആസൂത്രണം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളാണ് ആ ഒരു തരത്തിലേക്ക് അല്ല ചിന്തകൾ പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നീടും വന്നല്ലോ റിപ്പോർട്ട്, നിങ്ങൾ തീരുമാനിച്ച കാര്യം ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നു. ഓക്കെ, വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കൃത്യമാണ് ഇവന്മാർ. ഓക്കെ, എത്രത്തോളം ക്രിമിനൽസ് ആണ് ഇവന്മാരെ പുറത്ത് ഒരു പൊതുസമൂഹത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവന്മാർ എത്രത്തോളം ചെയ്യുന്നുള്ളത് ആലോചിക്കുക. റിപ്പീറ്റഡ്ലി 2-3 തവണ ഇതിന് മുമ്പ് ഇവന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ ആശ്ചര്യപ്പെടാനൊക്കെ ഒന്നുമില്ല.
ഓക്കെ, അപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അകമ്പാടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോക്കകത്ത് ലാസ്റ്റിൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഓക്കെ, നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. മുകളിൽ നിന്നുള്ള ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഇതെന്നുണ്ടെങ്കിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് വിടറേ. നിങ്ങളുടെ ഇനഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഒരു പഴി കേൾക്കേണ്ടി വരും എന്നല്ലോ മേളിൽ നിന്ന്. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പൊതുസമൂഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കും. അവിടെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരില്ല, കയറി ചെല്ലട്ടെ. എന്തിനാണ് അവനെയൊക്കെ തീറ്റി പോരേണ്ട ആവശ്യം എന്താണ്? അവനെ കൊണ്ട് എക്സാം എഴുതിക്കേണ്ട ആവശ്യം എന്താണ്? ഇനി ആ ഉപ്പ പറയുന്ന ബാക്കി കാര്യോട് ഇങ്ങോട്ട് വെക്കാം. വളരെയേറെ മനപ്രയാസമുണ്ട്. അതായത് അങ്ങനെ വരും 90% എന്നുള്ള ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത്. അവർ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ ടീച്ചറാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എന്തും ചെയ്യാൻ അവർക്ക് ആളുണ്ട് എന്നുള്ളൊരു പിൻബലം അവർക്കുണ്ട്, ഒരു വിശ്വാസം കുറച്ച്. അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ പോയി കഴിഞ്ഞാലും പരീക്ഷ എഴുതാൻ പ്രശ്നമില്ല, അവന് എന്തും ചെയ്യാം എന്നുള്ള, അതായത് സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സ്വാധീനം ചെലുത്തി കഴിച്ചിടാനും നിയമത്തിൻ്റെ മുന്നിൽ പൈതുകൾ അടച്ചു വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് സാധാരണക്കാരിലേക്ക് കഴിയുന്നില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ അറിയില്ല, വിദ്യാഭ്യാസപരമായിട്ടില്ല, സാമ്പത്തികപരമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുകയാണ്. അത് നമ്മൾ ഉറച്ച വിശ്വാസം ഈ ഗവൺമെൻറ്റിലുണ്ട്, അതുപോലെ നീതിപീഠത്തിലുണ്ട്. അതുകൊണ്ട് ഇത് ഇന്ന് എൻ്റെ കുട്ടിക്ക് വന്ന് നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നാളേക്ക് മറ്റേ അടിത്തട്ടിലേക്ക് പോകുന്നത്. അപ്പം വാശിയും വൈരാഗ്യം പിന്നെ വീട്ടിൽ നിന്ന് ബാഗിൽ വെച്ച് കത്തിയും കൊണ്ട് വളം കൊണ്ട് ചെയ്യില്ലെന്ന് അറിയുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ കണ്ടെടുത്ത് അവൻ്റെ വീട്ടിൽ പോയി അച്ഛൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ഈ ചെയ്യുന്നത്. കണ്ടില്ലേ, അവൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ഇവനെ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്വന്തം തന്ത തന്നെയാണ് വീട്ടിൽ നീ പറയുന്ന വളമിട്ട് അവനെ വിട്ടേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് ഒരു ഷഹബാസ് അല്ല, ഇനി നാളുകളിൽ എത്ര ഷഹബാസ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാര്യം വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയാണല്ലോ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ പറയുന്ന നിയമ സംവിധാനം സ്വീകരിച്ചേക്കുന്നത്. കാര്യം എല്ലാ അകമ്പാടിയോടുകൂടി അവന്മാരെ ഇങ്ങനെ കൊടുത്തു വിട്ടേക്കുന്നത്. പിന്നെ ഇത്രയും ഹോൾഡുള്ളവന്മാരാണ്, അവന്മാർക്ക് ഓൾറെഡി അറിയാം. ഞങ്ങളതൊന്നും ചെയ്ത് ഒരു പുല്ലും ചുക്കും ചെയ്യാൻ പോകുന്നില്ലടാ, ഞങ്ങൾ താണ്ട് നല്ല എൻ്റെ അച്ഛൻ അവിടാണ്, അതാണ്, അല്ലെങ്കിൽ ഇതാണ്, മാങ്ങ അങ്ങ് തേങ്ങയാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ കുറേ അണ്ണന്മാരുണ്ട്, ഇങ്ങനെ കുറേ ചിന്തിക്കുന്ന ടീംസ് ഉണ്ട്. ഇവിടെ അവന്മാർക്ക് ഈ രീതിയിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉമ്മാർക്കുണ്ടേ. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അവർക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്നത് പ്രകാരമുള്ള എല്ലാ നീതി നടപ്പാക്കപ്പെടുന്നുണ്ടോ? ഇന്ന് ആ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ നീതി നടപ്പാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ? അവനെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, അവൻ വീണ്ടും രണ്ടാമതും മരണപ്പെട്ടിരിക്കുകയാണ്. ഈ പിള്ളേരെ ആണെങ്കിൽ വീണ്ടും എക്സാം എഴുതിക്കാനെ കൊണ്ട് ഈ സിസ്റ്റം അനുവദിക്കുമ്പോൾ ഷഹബാസിനെ രണ്ടാമത് ഇവിടുത്തെ സിസ്റ്റം വീണ്ടും കൊന്നിരിക്കുകയാണ്. ഓക്കെ, അതിന് വലിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൂടെ വെക്കാം. പ്രതികരിക്കാൻ പോയ ഒരാളുടെ നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് പരീക്ഷ എഴുതാനുള്ള ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത്. എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതികേടാണ്. ഇന്ന് ചിന്തിക്കുന്ന 10,000 ഇപ്പോൾ ഈ വെള്ളിമാടുകുന്നും കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വെറും 10,000-ങ്ങളല്ല, കേരളത്തിലുള്ള എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്. കാര്യം മനസാക്ഷിയുള്ള അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോക്കകത്ത് ഒരു ടീച്ചറിൻ്റെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ആ ഒരു ടീച്ചർ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചറാണ്. ഇത് കണ്ടിട്ട് പ്രതിഷേധിക്കാൻ വന്നതാണ്. കാര്യം നീതി നടപ്പാക്കണം എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഈ പറയുന്ന പ്രതിഷേധിക്കാൻ വന്ന ഓരോ ആൾക്കാരെ ഇവർ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും ഇതേ സിസ്റ്റം തന്നെ ഷഹബാസിനെ വീണ്ടും മരിച്ചുപോയ ഷഹബാസിനെ പിന്നെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സാക്ട് ഇതേപോലൊരു കേസാണ് നമ്മുടെ ഈ ആലപ്പുഴയിൽ ഇപ്പം നടന്നേക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോക്കകത്ത് ലാസ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇനി അതിനകത്തോട്ട് നമുക്ക് നോക്കാം. ആ ഒരു ന്യൂസാണ് ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം. ജില്ലയിലെ അരൂരിനടുത്തുള്ള ചന്ദരൂരിൽ ഇത്തരത്തിലൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വൈകിട്ട് ഏതാണ്ട് 4:45 കൂടി സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോവുകയും അതിനുശേഷം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ കുട്ടിയെ കറക്കി നിലത്തേക്ക് അടിക്കുകയും അതിനുശേഷം നെഞ്ചിലടക്കം ചവിട്ടുകയും ചെയ്തു. മാത്രമല്ല മൂർച്ചയേറിയ ഒരു ഇരുമ്പ് മോതിരം ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കണ്ണിലും ഇത്തരത്തിൽ ശക്തമായി ഇടിച്ചിട്ടുണ്ട്. ആ കണ്ണിൽ ഞരമ്പിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്തായാലും SLC പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. എത്ര ബ്രൂട്ടലായിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, മക്കളെ, നിങ്ങൾ ഒരു കുഴപ്പമില്ലടാ. നിങ്ങൾ ഈ പറയുന്ന കണ്ണിലിടിച്ച് ഈ സാധനമല്ലേ, ഒരു കുഴപ്പമില്ലടാ. നിങ്ങൾക്ക് എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ കത്തി കൊണ്ട് കുത്തി തീർക്ക്. അല്ലെങ്കിൽ തോക്കും എല്ലാം കിട്ടുമെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് തോക്കാണെങ്കിൽ വ്യാജമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. ഒരു വിഷയമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇറക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സിസ്റ്റം തന്നെ പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ സർവ്വസാധാരണ, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങളിത് ചെയ്യണം കേട്ടോ. എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഇനി ഒരു പയ്യൻ്റെ ആണെങ്കിൽ സുഹൃത്ത് പറയുന്ന ഒരു വീഡിയോ കൂടെ അങ്ങോട്ട് വെക്കാം. കൂട്ടാൻ ഇതേപോലെ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോയി. എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്തോട്ട് സംശയം ചോദിക്കാൻ പോയപ്പോൾ ഇവൻ അവൻ്റെ മോതിരം മേടിച്ച് വെച്ച്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ പേടിച്ചിട്ട് ഒറ്റക്ക് പോകാൻ പേടി കാരണം എന്നെയും വിളിച്ചുകൊണ്ടാണ് പോയത്. അത് ഇവർക്കറിയാൻ എന്നെ അവർ വിളിക്കുള്ളൂ. വിളിച്ചുകൊണ്ട് വന്നിടത്ത് മോതിരം മേടിക്കും. ഇവർ 3 പേരും പുറത്ത് പോയി നിന്ന് മോതിരം കൊണ്ട് സ്കൂൾ വിട്ട സമയം വരുന്നു 4:30 കാണും. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ ഒരു ഇടവഴിയുണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത്. ആ ഇടവഴി ഉള്ളിലോട്ട് ജോഷിനാണ് ഈ മോതിരം മേടിച്ചത്. ജോഷിനെ കൊണ്ട് മോതിരം തരാമെന്ന് പറഞ്ഞാൽ ഇടവഴിയുടെ ഉള്ളിലോട്ട് പോയി. ഞാനവിടെ ആ ഇടവഴിയുടെ സൈഡിൽ നിന്ന് അപ്പോൾ തന്നെ പുറകിൽ നിന്ന് ഈ ആൽഫ്രഡ് നീൽ എന്ന് പറയുന്ന 2 പേര് വന്ന് എൻ്റെ കൈ കയറി പിടിച്ച്
ഉള്ളിലോട്ട് കയറ്റാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ ഒരു കമ്പി പിടിച്ച് നിന്നു. ആ കമ്പി പിടിച്ച് എന്നിട്ട് വലിഞ്ഞിട്ട് വരാണ്ടായപ്പോൾ ഇനി ഇരുന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിച്ച് വലത്തെ കൈ പിടിച്ച് തിരിച്ച്, എന്നിട്ട് കൈവേദന എടുത്ത് താക്കിയപ്പോൾ ഞാൻ നിഹാല് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കോളറിൽ പിടിച്ചിട്ട് എന്നെ നിലത്തിട്ട് കറക്കി അടിച്ച്. അത് കഴിഞ്ഞ് ചവിട്ടി അതിന് എണീപ്പിച്ചിട്ട് എൻ്റെ കൂട്ടാൻ്റെ മോതിരം എന്ന് പറഞ്ഞ ഒരു മുള്ളു പോലത്തെ മോതിരമാണ്, അത് വെച്ച് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തിട്ട് ഇടിച്ച് ഇവിടെ കീറൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ച് അത് കഴിഞ്ഞ് അവിടെ വീണ്ടും എന്നെ കറക്കി അടിച്ച്. എക്സാം എഴുതാൻ പറ്റണില്ല. എക്സാം എഴുതുമ്പോൾ ഇവിടെ കൂടി എന്തോ പോണ പോലെ പിന്നെ ഇപ്പുറത്തെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് ഈ കണ്ണാണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യണത്. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് എക്സാം എഴുതാൻ ശരിക്കും പറ്റും. ഇവിടെ എന്തോന്നറിയ ഈ സ്കൂളിലൊക്കെ ഉള്ളവന്മാർ ഇത്രയും വലിയ ക്രിമിനൽസ് ആണോ? ഈ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ കുറേ കഴിവേറികളുണ്ട്. ഞാൻ വാക്കുകൾ വളരെ നിയന്ത്രിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം എൻ്റെ വായിൽ വരുന്ന വർത്തമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാരിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാമിലി ആയിട്ടും ചില ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ അത്രയും ഞാൻ സംസാരിക്കാത്തത്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഈ വിഴുങ്ങുന്ന ഓരോ വാക്കുകളും വായിൽ വരുന്ന പച്ചത്തെറികളാണ് ഈ പുന്നാര മക്കളെ പറ്റിയിട്ട് വിളിക്കാനെ കൊണ്ട് തോന്നുന്നത്. ഓക്കെ, ഇനി ഒരു 2 ബൈറ്റോടെ വെക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള ഒരുപാട് ഷഹബാസിനെ വളർത്താൻ വേണ്ടി ഇവിടുത്തെ സിസ്റ്റം കൂട്ടി നിൽക്കുകയാണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കഴിവുള്ള ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഏതോ കാര്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് കേസ് ഇങ്ങനെ ആറി പോകണം, അല്ലെങ്കിൽ ഇനി ഇതിനപ്പുറത്തേക്കില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തിട്ട് ഞങ്ങൾ പിന്നോക്കം പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് സഹി ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു രക്ഷയിലാണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ തുടക്കത്തിൽ ശ്രമിക്കേണ്ടതായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ധനപരമായിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളുള്ള കാരണം ഞങ്ങൾ എന്ത് ചെയ്തത് തുടക്കം മുതലേ എല്ലാം സഹിച്ചത്. ഓക്കെ, എല്ലാം സഹിച്ച് നിൽക്കുകയായിരുന്നു. സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചാവാനെ കൊണ്ട് നിന്ന് കൊടുക്കുക. പ്രതിരോധിക്കാൻ അറിയാമോ? ഒരു കുറച്ച് ഗുണ്ടാ സെറ്റപ്പും അല്ലെങ്കിൽ കുറച്ച് മാരകായുധങ്ങളും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഓക്കെ, കുറേയൊക്കെ മുന്നേ വരെ നമുക്ക് ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു അതൊക്കെയായിരുന്നു ഭാഗ്യം എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല, ഭൂമിയിൽ നിന്ന് വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു അടിയും വഴക്കും ഇതൊന്നും കിട്ടാതെ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ അടുത്തും ഒന്നും കിട്ടത്തില്ല. എന്തെങ്കിലും തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചവന്മാരെ പള്ളെ കത്തി കയറ്റാൻ ആംബിയർ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാം. കാര്യം നമ്മളങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ ഇരയായാൽ മാത്രമേ ഉള്ളൂ കുഴപ്പം. നമുക്ക് നഷ്ടം, നമ്മുടെ കുടുംബത്തിന് നഷ്ടം. നമ്മൾ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് എന്താ സംഭവിച്ചേക്കുന്ന യഥാർത്ഥ കാര്യം എന്നുള്ള ഇങ്ങോട്ട് വെക്കാം. കാര്യം ഇവർ മുമ്പ് കൊടുത്ത കേസാണ്. ഏകദേശം 13-ാം തീയതി നടന്ന സംഭവമാണിത്. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അരുൺകുമാർ, 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കുടുംബം പരാതി നൽകുന്നുണ്ട്. ഏതാണ്ട് 18-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിൽ കേസെടുക്കാനും അതിൽ മറ്റ് തുടർ നടപടിയെടുക്കാനും മടിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെ കാണുകയും ഈ പരാതി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പിന്നീട് SP-യുടെ അടക്കം നിർദ്ദേശപ്രകാരമാണ് വിശദമായ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് എന്നതാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഇത്തരത്തിൽ ഇരുമ്പ് ആയുധം ഉപയോഗിച്ച് ഇത്തരത്തിൽ കണ്ണിന് പരിക്കേൽപ്പിക്കുമ്പോൾ ഇടേണ്ട ചില വകുപ്പുകൾ ഇതിൽ ചേർത്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇതുവരെ ഈ കുട്ടികളുടെ മൊഴിയെടുക്കുകയോ ഈ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുകയോ പോലീസ് ചെയ്തിട്ടില്ല എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇതിൽ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ഈ സ്കൂൾ അധികൃതർ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കുട്ടികൾ തമ്മിൽ അത്തരമൊരു പ്രശ്നമുണ്ടായി, അതിനിടയിൽ സംഭവിച്ചതാണ്, സ്കൂളിന്റെ സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് എന്നതാണ് ഈ സ്കൂൾ അധികൃതരുടെ വാദം. എന്തായാലും ഇത്തരത്തിലൊരു പരീക്ഷ ചെയ്യുന്ന കുട്ടിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. മാത്രമല്ല, കുട്ടിയുടെ ഒരു കണ്ണിന് ഏതാണ്ട് ചില ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അവരെ നൈസായിട്ട് ആരെയൊക്കെ രക്ഷിക്കാൻ നോക്കി. നമ്മുടെ ഈ കഴുത്തിന് മുകളിലോട്ട് ഇടിക്കാന്നൊക്കെ പറയുന്ന സാധനം അല്ലെങ്കിൽ എന്ത് പരിക്കുണ്ടാക്കിയാലും വധശ്രമമാണ്. ഓക്കെ, അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സാധനത്തിന് ഇത്രയും നാളായിട്ട് ഇവർ ലേറ്റാക്കി പോയി അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന യവന്മാരെയൊക്കെ ആണെങ്കിൽ രക്ഷിക്കുകയാണ്. ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ നിയമപാലകരും നമ്മുടെ സിസ്റ്റം ഒക്കെ പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നമില്ല മക്കളെ. ഞാൻ പറയാണ് മക്കളെ, നിങ്ങൾ ഈ പറയുന്ന കണ്ണിനിടിക്കുക അല്ലെങ്കിൽ മാരകമായിട്ട് ഉപദ്രവിക്കുക, കാര്യം ഇതൊന്നും നിങ്ങൾ ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങളിത് ചെയ്യണം. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഈ പറയുന്ന പാൽക്കുപ്പികളായിട്ട് അല്ലെങ്കിൽ പാവം പിടിച്ചവരായിട്ട് നിൽക്കുന്നവരുടെ ഒരു കാര്യം പറയട്ടെ. എടാ, നീയൊക്കെ ഒന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യും, അതേ നിനക്കൊക്കെ പറ്റുള്ളൂ. ഇവിടുത്തെ സിസ്റ്റം കൊണ്ട് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഷഹബാസിനെ കൊന്നമാരെ കണ്ടില്ലേ, അവന്മാരെ അടിച്ചു പൊളിച്ച് നടക്കാണ്. ഓക്കെ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഇവിടെ ജീവിച്ചിരിക്കാം. അല്ലെങ്കിൽ എന്താ, നീ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുക, ഒരു കയറി തൂങ്ങ്. നിനക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റിയവനല്ല. കാര്യം നമ്മുടെ സിസ്റ്റം തന്നെ പറയാം, നീയൊക്കെ ചത്ത് തൊല, നിനക്കൊന്നും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ നീതി വാങ്ങിച്ച് തരത്തില്ല എന്ന് നമ്മുടെ സിസ്റ്റം പറയാണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് പ്രതികരിക്കണം, എങ്കിൽ മാത്രമേ ഇനി ഇത് കിട്ടുള്ളൂ. അതായത് ഇവിടുത്തെ സിസ്റ്റം തന്നെ പറയുകയാണ്, ഇത് ഞാൻ പറഞ്ഞ സാധനമല്ല, നമ്മുടെ സിസ്റ്റം തന്നെ പറയാതെ പറയുന്ന കാര്യമാണിത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അവനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജീവനോട് ഇരിക്കാം. വേറെ നിയമപരമായിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തീറ്റി പോറ്റിക്കോളാം, നിങ്ങൾക്ക് എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ എഴുതിച്ചോളാം. നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങളൊരു 18 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ബാലാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തരാം. അതാണ് പറയുന്നത്. എന്തായാലും കൊള്ളാട്, നല്ല ഊഞ്ഞാലാട്ടിയ സിസ്റ്റമാണ് നമ്മുടേത്. ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകർ, ഇവിടുത്തെ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വായിക്കാത്ത വരുന്നത് തെറിയല്ലാതെ വേറൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോവാണ് ഞാൻ.
ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാം. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും താഴെ പറയാം. ഇനി ഒരുപാട് ഷഹബാസിനെ നമുക്ക് ഉണ്ടാക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കാനുള്ളതാണ്. ഒരുപാട് ഷഹബാസ് ഉണ്ടാവണം. ഇവനെ ആ ഷഹബാസിനെ കൊന്നിട്ടുള്ള ഈ പുന്നാരമക്കളെ പോലുള്ള അവന്മാരെ നമുക്ക് വാനോളം ഉയർത്തണം. അവന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിടണം. കാര്യം അവന്മാർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞതല്ലേ തെറ്റിയത്? നിങ്ങൾ ആലോചിച്ചു, നമ്മൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുമാണ് തെറ്റിയത്. അവൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, അവൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലടാ നിനക്കൊന്നും. സത്യമല്ലേ? അവനെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം.